സാറേ, എന്റെ കക്ഷി വെറും പാവമാണ്. അവന്റെ പേരിൽ എന്തൊക്കെ കേസുകളാ സാറ് ചാർജ് ചെയ്തിരിക്കുന്നത്? സാറേ, ആ എതിർ കക്ഷി ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിക്ക്, നമുക്കൊരു കോംപ്രമൈസ് നടത്താം. അതൊന്നും നടക്കില്ല വക്കീലെ. അവർക്ക് കേസ് ഫയൽ ചെയ്യണമെന്ന് നല്ല വാശിയുണ്ട്. വക്കീലിന്റെ വാക്ക് കേട്ട് ഞാനത് വൈകിപ്പിക്കാൻ നോക്കിയപ്പോ അവരെന്റെ മീതെ കേസെടുക്കുമെന്ന് പറഞ്ഞു. അവര് കേസ് എടുക്കണമെങ്കിൽ എടുക്കട്ടെ സാറേ. ആ കേസ് ഞാൻ സാറിന് വേണ്ടി ഫ്രീ ആയിട്ട് വാദിക്കും. എന്നിട്ട് വേണം എന്റെ തൊപ്പി തെറിക്കാൻ, അല്ലേ? എന്താ പോലീസും വക്കീലും കൂടെ റോഡിൽ നിന്നൊരു സംസാരം? ഞങ്ങളൊരു കേസിന്റെ കാര്യം സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. സിയുടെ കോളാ. ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് സാർ. നിന്നെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് വന്നില്ലല്ലോ. ബാറിൽ നടന്ന ചില അടിപിടി കേസുകളൊക്കെ നിന്നെ ഏൽപ്പിക്കാന്ന് കരുതിയിട്ടായിരുന്നു. അത് വേണ്ട. ഇപ്പോ എനിക്ക് ആവശ്യത്തിന് കേസുകളൊക്കെ ഉണ്ട്. മാത്രമല്ല, ഗോപാലിന്റെ കേസ് എടുക്കുന്നതൊക്കെ ഞാൻ നിർത്തി. നീ കക്ഷി ആരാണെന്നൊക്കെ അന്വേഷിച്ച് കേസെടുക്കാനൊക്കെ തുടങ്ങിയോ? പണ്ട് ഫീസ് കിട്ടുമെന്ന് മാത്രമല്ലേ നീ അന്വേഷിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇതെന്താ ഭാര്യയുടെ ഉത്തരവല്ലോ ആണോ? അല്ല, ഇനി മുതലേ കൊലപാതകം ചെയ്യുന്നവരുടെ കേസൊന്നും എടുക്കേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ഓ, അങ്ങനെയാണോ? കുറ്റവാളികളോട് ഇത്ര ദേഷ്യമുള്ള ആളാണോ ഒരു കള്ളിയെ കെട്ടി വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? നീ ആരെ കള്ളിന്ന് വിളിച്ച്? മഹിമയാ? എടാ, എന്തെങ്കിലും മോഷ്ടിച്ചെങ്കിലല്ലേ കള്ളിന്ന് വിളിക്കാൻ പറ്റൂ. അവളെ ആരുടെയും 1 രൂപ പോലും മോഷ്ടിച്ചിട്ടില്ല. ശരിയാ, കോടിക്കണക്കിന് രൂപ കത്തിച്ചു കളഞ്ഞല്ലേ ഉള്ളൂ. അവൾ അത് ചെയ്തതെന്ന് നിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗോപാൽജിയാണ് മാധവനെ കൊന്നതെന്ന് പറയാൻ നിന്റെ കയ്യിൽ തെളിവെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ഞങ്ങളുടെ കയ്യിൽ തെളിവൊന്നും ഉണ്ടാവില്ല. പക്ഷെ നീ കണ്ടതല്ലേ. നിനക്കറിയില്ലേ ഗോപാല മാധവൻ സാറിനോട് എന്താ ചെയ്തതെന്ന്? എന്താ ചെയ്തേ? ഗോപാൽജി മാധവനോട് എന്താ ചെയ്തേ? അത് പിന്നെ ഈ ഗോപാൽജി മാധവൻ സാറിനെ കൈക്കൂലി കേസിൽ കൊടുക്കാൻ നോക്കിയതാ. പക്ഷെ അദ്ദേഹം സത്യസന്ധനായതുകൊണ്ട് ആ കുരുക്കിൽ വീണില്ല. മാധവന് ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ. ഹലോ, പീതാംബരനോ? എവിടെ? ഞാൻ ദേ വരുന്നു. നീ അതുവരെ അവരുടെ മീതെ ഒരു കണ്ണ് വെക്കണം. എടാ, നീ പീതാംബരനെ കാണാൻ പോകണോ? അതെ. എടാ, വെറുതെ കൂടുതൽ പ്രശ്നങ്ങൾ ചെന്ന് ചാടണ്ട. നിന്റെ ഉപദേശമൊക്കെ സൂക്ഷിച്ചെടുത്ത് വെച്ച് വീട്ടിൽ ചെന്ന് നിന്റെ ഭാര്യയ്ക്ക് കൊടുക്ക്. അവൾ അങ്ങനെയെങ്കിലും ഒന്ന് നന്നാവട്ടെ. ഹലോ, നീ ഇതെവിടെയാ ബേബി? നീ ഇല്ലാതെ ഇവിടെ ആകെ ബോറടിക്കുന്നു. ഞാൻ ഗിരിയേട്ടന്റെ പുറകെ തന്നെ ഉണ്ട്. ഗിരിയേട്ടൻ പീതാംബരനെ കാണുവാണെങ്കിൽ അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമാവും. നീ എന്തിനാ ഈ അവസ്ഥയിൽ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്? ഇതൊക്കെ അപകടമാണ്. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരാൻ നോക്ക്. അതൊന്നും പറ്റില്ല. ഞാൻ പിന്നെ വിളിക്കാം. ബൈ. മോളെ, ബേബി. ഇവള് ഗിരിയുടെ പുറകെ നടന്ന് സത്യമെല്ലാം കണ്ടുപിടിക്കൂ. ദൈവമേ, നീ എനിക്ക് നല്ലൊരു ഭാര്യയെ തന്നു. ഇനി അവൾ എന്റെ കൈവിട്ട് പോകാതെ നീ തന്നെ കനിയണം. മഹിമേ, നിനക്കെന്നോട് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടായി തുടങ്ങിയോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാനെന്തെങ്കിലും പറഞ്ഞാ ചേച്ചിക്കായിരിക്കും ബുദ്ധിമുട്ട് തോന്നുക. നീയും പീതാംബരനും തമ്മിൽ റോഡിൽ വെച്ച് പ്രശ്നം ഉണ്ടായെന്ന് റൗണ്ട്സിന് പോയ പോലീസുകാര് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. അയാള് നിനക്കെതിരെ പരാതി കൊടുത്ത നീ പെട്ടുപോ. അയാൾ എന്ത് പരാതി കൊടുക്കാനാ? ഞാൻ അയാളെ തൊട്ടിട്ട് കൂടിയില്ല. ഞങ്ങള് തമ്മില് ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി. അതിനിടയില് അയാൾക്ക് അറ്റാക്ക് വന്നു. ഞാൻ തന്നെയാ അയാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ അയാളെ കണ്ടിട്ടാ വരുന്നത്.
നീ പീതാംബരനുമായി കൂടുതൽ ബന്ധമൊന്നും വെച്ച് പുലർത്തണ്ട. അയാളുമായിട്ട് അകലം പാലിക്കുന്നതാ നിനക്ക് നല്ലത്. അതെന്താ? നമ്മുടെ അച്ഛന് പറ്റിയത് എന്താണെന്ന് നമ്മൾ അറിയാൻ കാരണം അയാളല്ലേ? അതുകൊണ്ട് അയാൾ എല്ലാം തുറന്നു പറഞ്ഞെന്ന് കരുതി അയാൾ നല്ല മനുഷ്യനാണെന്ന് അർത്ഥമില്ല. അയാളുടെ ലക്ഷ്യം കാശ് മാത്രമാ. അച്ഛനെ ആക്സിഡന്റിലാണ് കൊന്നതെന്ന് കുറ്റസമ്മതം നടത്തിയത് കാശിനു വേണ്ടി ആയിരുന്നത് പോലെ തന്നെ ഇപ്പോഴും അയാൾ ഇതെല്ലാം തുറന്നു പറഞ്ഞത് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി തന്നെയായിരിക്കും. സത്യം തുറന്നു പറഞ്ഞാ അയാൾക്ക് എന്ത് ലാഭം ഉണ്ടാവാനാ? അയാളെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നല്ല കാര്യം ചെയ്തത്. അത് ഗിരിയേട്ടനെതിരെ ആയതുകൊണ്ടായിരിക്കും ചേച്ചിക്ക് ഇത്ര ബുദ്ധിമുട്ട്. മോളെ, അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇത്രയും കാലം ഗോപാലന്റെ കയ്യിൽ നിന്നും ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താതിരിക്കാൻ അയാൾ കാശ് വാങ്ങിയിരുന്നു. ഇനി കാശ് കിട്ടില്ലെന്ന് തോന്നിയപ്പോഴാ അയാൾ എല്ലാ സത്യങ്ങളും വെളിപ്പെടുത്തിയത്. ഒരു പക്ഷേ അയാളുടെ ലക്ഷ്യം നമ്മുടെ കുടുംബം തകർക്കലായിരിക്കും. അയാളുടെ ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിലും അച്ഛന്റെ മരണത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ കാരണക്കാരൻ അയാൾ തന്നെയാ. ചേച്ചിക്ക് അയാൾ സത്യം പറഞ്ഞതിൽ വിഷമം ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അയാൾ സത്യം പറയാനുള്ള ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഗിരിയേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന് വിശ്വസിച്ച് നടന്നേനെ. മോളെ, ഗിരിയേട്ടൻ ഒരു മോശം മനുഷ്യനല്ല. ഗോപാലിനോടുള്ള അന്ധമായ വിശ്വാസം കൊണ്ട് ഗിരിയേട്ടൻ അയാൾ ചെയ്ത ഒരു വലിയ തെറ്റ് മറച്ചു. അത് മാപ്പ് അർഹിക്കാത്തതാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിന് ഏട്ടനെ തള്ളിപ്പറയുന്നത് ശരിയല്ല. എന്റെ അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്ന ആള് എനിക്ക് ശത്രുവാ. അത് മനസ്സിലാക്കാൻ ചേച്ചിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഗിരിയേട്ടന് എന്തായാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അതിനൊപ്പം ഗോപാലിനെതിരെ ഗിരിയേട്ടൻ മൊഴി നൽകിയ നമ്മുടെ അച്ഛന് നീതി ലഭിക്കില്ലേ? ഇതൊക്കെ പറഞ്ഞ് ചേച്ചി എന്നെ പറ്റിക്കാണോ അതോ സ്വയം പറ്റിക്കാണോന്ന് എനിക്കറിയില്ല. മോളെ, അച്ഛന്റെ സ്ഥാനത്ത് കാണുന്ന ഗോപാലിനെതിരെ ഗിരിയേട്ടന് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. അച്ഛന് നീതി ലഭിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. ഈ കുഞ്ഞിനെ ഓർത്ത് ചേച്ചിക്ക് ഒരുപക്ഷെ ഗിരിയേട്ടനോട് ക്ഷമിക്കാൻ കഴിഞ്ഞു എന്ന് വരും. പക്ഷെ എനിക്കതൊരിക്കലും സാധിക്കില്ല. നിയമപരമായ വഴിക്കോ അല്ലാതെയോ ഗിരിയേട്ടനെയും ഗോപാലിനെയും ഞാൻ തകർക്കും. ഞാൻ നിന്റെ ചേച്ചി മാത്രമല്ല, ഒരു പോലീസുകാരിയാ. നീ ഒരു തെറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതണ്ട. എന്റെ അനിയത്തിയാണെന്ന പരിഗണന ഞാൻ നിനക്ക് തരില്ല. എന്റെ ലക്ഷ്യം അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യുക. അതിനെന്നെ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്റെ വഴിക്ക് തടസ്സമായി വന്ന ചേച്ചിയാണെന്നുള്ള പരിഗണന ഞാനും തരില്ല. മൈമേ, മതി. അച്ഛന് സംഭവിച്ചത് മഞ്ജു അറിഞ്ഞല്ലേ? മോൾ എന്തായി പറയുന്നത്? ഇവളൊരു പോലീസുകാരിയല്ലേ. ഈ നാട്ടിൽ നടക്കുന്നതെല്ലാം ഇവൾക്ക് ആ സ്റ്റേഷനിൽ ഇരുന്ന് അറിയാൻ പറ്റും, അല്ലേ മോളെ? താനെന്തിനാ മഹിമയോട് സംസാരിക്കാൻ പോയത്? അവളിൽ നിന്ന് അകലം പാലിക്കുന്നതാ തനിക്ക് നല്ലത്. ഈ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാ മോളെ? മഹിമ എൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് ബഹളം ഉണ്ടാക്കിയത്. അവളുടെ ചീത്തവിളി കേട്ട് സഹിക്കാൻ പറ്റാതെയാണ് ഞാൻ തളർന്നു വീണ് ഈ അവസ്ഥയിലായത്. താൻ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. ഗിരിയേട്ടനെതിരെ മഹിമയെ തിരിപ്പിച്ചതില് തനിക്ക് നല്ല പങ്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ മോളെ, ദൈവദോഷം പറയല്ലേ. ഞാൻ പറഞ്ഞിട്ടല്ല മഹിമ മാധവൻ സാറിൻ്റെ കേസിനെ കുറിച്ച് അറിഞ്ഞത്. പിന്നെ അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ സത്യസന്ധമായി ഉത്തരം പറഞ്ഞെന്ന് മാത്രം.